കാലം മറന്ന നാടൻ രുചികളും നാട്ടറിവുകളും പുതുതലമുറയ്ക്ക് പകർന്നു നൽകി ഒരു കൂട്ടം അമ്മമാർ. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സ്കൂളിലാണ് കുട്ടികൾക്കായി 350ഓളം വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ കർക്കടക ഫെസ്റ്റ് നടന്നത്. കുട്ടികൾ മാത്രമല്ല കേട്ടോ, മുതിർന്നവരും കേട്ടിട്ടുപോലും ഇല്ലാത്ത വിഭവങ്ങളാണ് സ്കൂളിലെ കുട്ടികളുടെ അമ്മമാർ ഒരുക്കിയത്. കല്ലിൽ അരച്ചെടുത്ത അമ്മിയാർ ദോശ, മത്തൻപൂവ് ബജി, കടിതൂവ തോരൻ, രാമയ്യൻ, ആശാളി പായസം, മുക്കുറ്റി ഹൽവ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ര വ്യത്യസ്തമായ വിഭവങ്ങൾ. പലതും കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും കേട്ടിട്ട് പോലുമില്ലാത്തവ. എല്ലാവർക്കും കണ്ടും രുചിച്ചും മനസ്സിലാക്കാൻ ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സ്കൂളിലെ മാതൃസമിതിയാണ് ഈ കർക്കടക മാസത്തിൽ അവസരമൊരുക്കിയിരിക്കുന്നത്. സ്കൂളിലെ കുട്ടികളുടെ അമ്മമാരാണ് അപരിചിതമായ പഴയകാല രുചിവൈവിധ്യങ്ങൾ തുടർച്ചയായ 6ാം വർഷവും എല്ലാവർക്കുമായി പരിചയപ്പെടുത്തുന്നത്. തഴുതാമയും കരിനൊച്ചിയിലെയും അശോകപ്പൂവും ഒക്കെ വെറും ചെടികൾ മാത്രമല്ല, അവയ്ക്കൊക്കെ അത്ഭുതകരമായ ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്നും അമ്മമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. 350ഓളം നാടൻ വിഭവങ്ങൾ നാട്ടറിവുകളുടെയും പ്രകൃതി സ്നേഹത്തിന്റെയും കൂടി വലിയൊരു പാഠപുസ്തകമാണ്. പുതിയ കാലം മറന്നുപോയ ആ പഴയ രുചികളിലൂടെ അമ്മമാർ കുട്ടികളെ കൈപിടിച്ചു നടത്തി. നമ്മുടെ പഴമയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. അതായത് നമ്മളുടെ മുത്തശ്ശിമാരൊക്കെ നമ്മുടെ അമ്മമാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന വിഭവങ്ങള് ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കായി ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതില് നമ്മളുടെ അമ്മമാർ ഇതിനു വേണ്ടി ഏകദേശം 1 മാസത്തെ അധ്വാനം ഉണ്ടായിരുന്നു. ഒരു 350ഓളം വിഭവങ്ങൾ ഇന്നിവിടെ അമ്മമാർ ഒരുക്കിയിട്ടുണ്ട്. ഈ 350 വിഭവങ്ങളിൽ നിങ്ങളൊരു 340 നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ പുതുതലമുറയെ, നമ്മുടെ കുട്ടികളെ, അവരിപ്പോ ന്യൂഡിൽസിന്റെയും ഈ പറഞ്ഞ പോലെ മന്തിയുടെ ഒക്കെ പിന്നാലെ പോണ കുട്ടികൾക്ക് ഇനി ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കഴിച്ചു വളരട്ടെ. നമ്മളൊക്കെ നമ്മുടെ കാരണവന്മാരെയൊക്കെ ഇതുപോലത്തെ ഭക്ഷണം ഉണ്ടാക്കി തന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, ഇപ്പോഴും കാലോ കൈവേദനകളൊന്നുമില്ല. പക്ഷെ ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരുപാട് ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഈ മുക്കൂറ്റിലേഹ്യം പോലുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് ഈ ഒരു ദിവസം കൊണ്ട് നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ അമ്മമാര് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ചുറ്റുമുള്ള സസ്യസമ്പത്ത് ഉപയോഗിച്ചുള്ള ഈ ഭക്ഷ്യമേള എല്ലാവർക്കും ജീവിതത്തിൽ പുതിയ അനുഭവമായി മാറിയിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയ് ചേരുന്നുണ്ട് തത്സമയം. ലിഷോയ്, എണ്ണിയാലൊടുങ്ങാത്തത്ര വിഭവങ്ങൾ അവിടെ ആ ഇലയിൽ നിരന്നിരിക്കുന്നുണ്ട്. ഈ പണ്ടത്തെയൊക്കെ ഭക്ഷണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അത് രുചിയിൽ മാത്രമല്ല, അതിൽ ഗുണത്തിലും ഏറെ വ്യത്യസ്തമായിരിക്കും. ഓരോന്നും ഓരോ കാലാവസ്ഥയ്ക്ക് വ്യത്യസ്തമായി, അതുപോലെ തന്നെ ഓരോരുത്തരുടെയും പ്രായത്തിനനുസൃതമായി തന്നെയാണ് ഓരോ ഭക്ഷണങ്ങളും അന്നൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഈ ഫാസ്റ്റ് ഫുഡൊക്കെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയായി മാറിയിട്ടുണ്ടാകുമല്ലേ ഇത്? നമ്മുടെ നാട്ടിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ പല സമയങ്ങളിലായി നമ്മുടെ അടുക്കളകളിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ തന്നെ അകന്ന് പോയവയാണ്. പലപ്പോഴും നമ്മളുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകൾക്ക് പോലും അറിയാത്ത ഒരുപാട് വിഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള വിഭവങ്ങളെയൊക്കെ തന്നെ കുട്ടികൾക്കായി പരിചയപ്പെടുത്തുകയാണ് ഈ വ്യാസ വിദ്യാനികേതനിലെ അമ്മമാർ. അതായത് ഈ സ്കൂളിലെ തന്നെ കുട്ടികളുടെയൊക്കെ തന്നെ അമ്മമാർ, അവർ പല ഇടങ്ങളിൽ നിന്നും അന്വേഷിച്ച് കണ്ടുപിടിച്ചതും അവർക്ക് പല മുതിർന്ന ആളുകളിൽ നിന്നും പകർന്ന് ലഭിച്ചതുമായ തരത്തിലുള്ള വിഭവങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ അത് കുട്ടികൾക്കുള്ള ഒരു പരിചയപ്പെടുത്തൽ മാത്രമല്ല, കാരണം അതിൽ ഉള്ള വിഭവങ്ങൾ 350ഓളം വിഭവങ്ങളുണ്ട്. അതിൽ ഏകദേശം 300-ലധികം വിഭവങ്ങളും നമ്മൾ ആരും കേട്ടിട്ടില്ലാത്തതായിരിക്കും പലപ്പോഴും. അതായത് പൊതുവായി ആരും കേട്ടിട്ടില്ലാത്തതായിരിക്കും. പക്ഷേ പഴയ ആളുകൾക്കൊക്കെ തന്നെ ഒരുപാട് അറിവുണ്ടായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ. എന്തായാലും അതൊക്കെ തന്നെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക, പഴയ വിഭവങ്ങൾ രുചിച്ചറിയാനുള്ള ഒരു അവസരം ഉണ്ടാവുക, അതൊക്കെ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അത് വലിയ ഹിറ്റായി കഴിഞ്ഞു. 6 വർഷമായി, തുടർച്ചയായ 6ാം വർഷമാണ് ഇപ്പോൾ ഇതേ രീതിക്കുള്ള ഫുഡ് ഫെസ്റ്റ് നടത്തുന്നത്. എന്തായാലും അതിന് വലിയ സ്വീകാര്യത തന്നെയാണ് സ്കൂളിലും. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളിന് പുറത്ത് മുതിർന്നവർക്ക് പോലും കേട്ടുപരിചയമോ കണ്ടുപരിചയമോ ഇല്ലാത്ത വ്യത്യസ്തമായ പല വിഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം രുചിച്ച് ആസ്വദിക്കാൻ കുഞ്ഞുങ്ങൾക്കായി എന്നുള്ളതാണ്.